ചേട്ടത്തി ചേട്ടന്റെ 6000 രൂപയുടെ പേരിൽ നമ്മൾ എന്തിനാ എടുത്ത് ഇങ്ങനെ പണിങ്ങിയിരിക്കുന്നത്? നീ പോടാ, നീ എന്റെ അച്ഛനെ കുറിച്ച് അബോധം പറഞ്ഞവനല്ലേ? ചേട്ടത്തി എന്നെ കുറിച്ച് അത്ര നല്ലൊന്നല്ലല്ലോ പറഞ്ഞേ. നേരല്ലേ? ആ അല്ല, എനിക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ല. എന്നാ പോട്ടെ, നമുക്ക് കോംപ്രമൈസ് ആവാടാ. എന്നാ പിന്നെ നമുക്ക് കോംപ്രമൈസ് ആവാം. വരുന്നുണ്ട് ചേട്ടാ, ഞങ്ങള് ഒരുവിധം കോംപ്രമൈസ് ആക്കിയിരിക്കുക. ദൈവത്തെ ഓർത്ത് ചേട്ടന്റെ സംശയങ്ങൾ പറയരുതേ. നിങ്ങൾ കോംപ്രമൈസ് ആയിക്കൊണ്ട് ഇവിടെ നിന്നോ? അറിഞ്ഞില്ലേ അളിയന്റെ സസ്പെൻഷൻ പിൻവലിച്ചെന്ന്? എന്തൊരു സ്വഭാവം ചേട്ടാ ഇത്. ഒരു മനുഷ്യൻ നന്നാവുന്ന കേട്ടൂടല്ലേ? എടാ അതല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ മോഷണം തുടങ്ങിയവൻ. എന്റെ ഉത്തോണം, നിങ്ങൾ വെറുതെ 6000 രൂപ പോട്ടെ, ഞാൻ അതിന്റെ പേരിൽ വെറുതെ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എടിയ അതല്ല, നമ്മൾ സംശയിച്ചില്ലേ? അവന്റെ മനസ്സ് വിഷമിച്ച് അങ്ങനെ പഴയ ക്ലപ്റ്റോമാനിയ തിരിച്ചു വന്നെന്ന്. കണ്ണി കണ്ട എല്ലാം എടുത്ത് പോക്കറ്റ് ഇട്ടോണ്ടിരിക്കുകയാണ് അവൻ. ഓ, അത് പ്രശ്നമാവല്ലോ. പ്രശ്നമാകാതെ കഷ്ടകാലത്തിന് കൃത്യസമയത്ത് എന്നെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് അർജന്റായിട്ട് ജോയിൻ ചെയ്യാനും പറഞ്ഞു. അടിപൊളി. പോലീസ് സ്റ്റേഷൻ കയറി മോട്ടിച്ച പോലീസുകാരനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പറഞ്ഞ് നാളെ പത്രത്തിൽ വരും. പാവളിയെ ഈ സമയത്ത് അങ്ങോട്ട് നിന്ന് കയറി കൊടുത്താൽ ഡിസ്മിസ് ഉറപ്പാണ്. അല്ല, ഇത് മരുന്ന് കഴിച്ചാൽ മാറുന്നതാണ് നിങ്ങൾ ഇന്നാള് പറഞ്ഞില്ലേ? അത് മാറും, പക്ഷെ സമയം എടുക്കൂലേ അത്. ഇനിയിപ്പോ വേറെ വഴിയേ ഉള്ളൂ. അളിയന്റെ പോക്കറ്റ് എല്ലാം കൂടെ തച്ചങ്ങ് വിടുക. അതാവുമ്പോ അളിയന്റെ പോക്കറ്റ് എല്ലാം കൂടെ തുന്നി തച്ചങ്ങ് വിടാം. നമ്മൾ വെക്കാൻ സ്ഥലമില്ലാതാകുമ്പോഴത്തേക്ക് എടുത്ത സാധനം തിരിച്ചു വെക്കുമല്ലേ? ഇപ്പൊ എവിടെ കിടന്നടാ? മേലുദ്യോഗസ്ഥന്മാർ ആരെങ്കിലും എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് പോക്കറ്റ് എടുത്ത് ഇട്ടോളാൻ പറഞ്ഞാൽ നല്ല അവൻ തോന്നിയും അത് തൊപ്പിക്കകത്തെടുത്ത് വെക്കും. ഇവനോട് സംസാരിച്ചോട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും നീട്ടുക എന്നുള്ളതാണ്. അത് മാത്രം ഒറ്റ വഴി. അതേ ഇനി ചെയ്യാവുള്ളൂ. കാര്യം ഡിസ്മിസ് വാങ്ങിച്ച് ജയിലിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് സസ്പെൻഷൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്നത്. പക്ഷേ ചേട്ടാ, സസ്പെൻഷൻ എങ്ങനെ വാങ്ങിക്കും? സസ്പെൻഷൻ എങ്ങനെ വാങ്ങിക്കും? അവനറിയാം, അവൻ ചെയ്തോളൂ. ഓ, ഈ ചെറുക്കന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള യോഗം ഇല്ലെന്നാ. നീ കൂടുതലൊന്നും പറയില്ല. നീയാണ് ഇത്രയും ഉണ്ടാക്കി വെച്ചത്. ചേട്ടത്തി പറയേണ്ട കാര്യം എന്തോ അറിയാമോ? ഞാൻ എന്ത് ചെയ്ത്? ചേട്ടത്തി ഒന്നും ചെയ്യില്ല. ചുമ്മാ ഇതൊക്കെ ഷോ. അവിടെ എന്റെ അടുത്ത് പറയാനുള്ള എന്റെ അടുത്ത് പറയണം. അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ നിങ്ങൾ നാട് നിളച്ചെന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു, അവനോട് സംശയം പറഞ്ഞു. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു, ഇവനോട് പോയി സംശയം പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ അടുത്ത് പറയണം, എന്റെ അടുത്ത് മാത്രമായിട്ട് പറയണമെന്ന് പറയണോ? അല്ല, ഞാൻ ബാക്കിയുള്ള അടുത്ത് പോയി പറഞ്ഞത്. ഓ, ഇനി പറയാൻ കൂടെ ചെയ്യണം. പിന്നെ എന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് പറയണ്ടേ? വേറെ അടുത്ത് പറയല്ലേ എന്ന് പറയണ്ടേ? അങ്ങനെ പറയാം. സത്യം എന്റെ ഒരു ചേട്ടൻ. ഇവിടെ പയ്യ അത് എന്തോന്നറിയാ? അതുകൊണ്ട് നാളെ ജോലിക്കാരനാരെയല്ലേ ചോപ്പോഴേ ഈ എന്തോ ടെൻഷൻ കയറി എനിക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ എനിക്ക് എടുത്തോണ്ട് പോകും, മോടിച്ചോണ്ട് പോകാൻ തോന്നുന്നു. എനിക്ക് നീ സമാധാനപ്പെടും. നമ്മൾ ഒരു നല്ല ഐഡിയ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തോന്ന് ഐഡിയ? ഒറ്റയടിക്കാട്ടി ആളിന് ചെറുതായിട്ടൊക്കെ തോന്നും, പക്ഷെ നല്ല കിടില ഐഡിയ. എന്നാ നീ പറ. എനിക്കാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും എടുത്തോണ്ട് മോടിച്ചോണ്ട് എനിക്ക് പോകാൻ തോന്നുകയാണ്. നീ പെട്ടെന്ന് പറ. എളുപ്പ പണിയാണ്. നീ എത്രയും പെട്ടെന്ന് ഒരു സസ്പെൻഷനും കൂടെ വാങ്ങിക്കണം. അതുകൊള്ള ആറ്റുനോട്ടിരുന്ന പണി കിട്ടാനായപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും സസ്പെൻഷൻ വാങ്ങിക്കാനാ. എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പോലീസ് സ്റ്റേഷനിൽ തന്നെ നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ട് അവർ പിടിച്ച് ലോക്കപ്പിനകത്ത് ഇടുന്നതാണോ നല്ലത്? ഒരു ചെറിയ സസ്പെൻഷൻ മേടിക്കുന്നതാണോ നല്ലത്? അങ്ങനെയൊക്കെ നീ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു സസ്പെൻഷൻ കൂടെ വാങ്ങിക്കാൻ വേണ്ടി നോക്ക്. മേലുദ്യോഗസ്ഥരെ വിളിച്ച് 4 ചീത്ത വിളി. എന്താ പറ്റത്തില്ലേ? ഈ പറ്റാത്ത കാര്യമൊന്നുമല്ല. പിന്നെ എനിക്ക് എന്തോ നിങ്ങളുടെ മുമ്പിൽ സസ്പെൻഷൻ വാങ്ങിയ ഒരു ചമ്മൽ. എടേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, നിന്റെ റൂമിൽ പോയിരുന്നിട്ട് വാങ്ങിച്ചാലും മതി. അത് ഇന്നടത്തിരുന്ന് സസ്പെൻഷൻ മേടിക്കണമെന്നൊന്നും ഇല്ലല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. എങ്കിലും എന്നെ ചേച്ചി എൻ്റെ അടുത്തത് വേണ്ടായിരുന്നു. എടാ, ഇത് അങ്ങനെയല്ല. എന്നെ എൻ്റെ അച്ഛനെ ഇങ്ങനെ കുറ്റക്കാരാക്കിയപ്പോ ഞാനൊന്ന് ജസ്റ്റ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. എന്തായാലും നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ല, അത് മതി. നീ അന്വേഷിച്ച പൈസയാണോ ഇത്? അയ്യോ, ഇതെവിടെ കിട്ടി? നീയേ കുഞ്ഞുണ്ണിക്ക് പല്ലുവേദന വന്നപ്പോ ഒളിപ്പിച്ചേക്കാൻ തന്നതാ. എപ്പോഴാ അത് ഓർമ്മിച്ചേ? ഓ, അച്ഛൻ റൂട്ട് കനാല് ഞാൻ ചോദിച്ചപ്പോ ഇല്ലെന്ന് പറയാനല്ലേ? അച്ഛനൊന്നും വിചാരിക്കില്ല. അച്ഛനൊന്നും വിചാരിക്കില്ല. എങ്കിലും ചെന്ന് കൊല്ലേ ഉള്ളൂ. ക്ഷമിക്കടാ, ഒരു ഓർമ്മ പെശക ആർക്കും പറ്റൂലേ? ഓർമ്മ പെശക്. എടാ, നീ കാരണം ഇപ്പൊ അവന് ജോലിക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? എന്നാലും ഉത്തമ, എന്റെ പല്ല് റൂട്ട് കനാല് ചെയ്യാതിരിക്കാനായിട്ട് നീ ആ പൈസ പൂഴ്ത്തി വെച്ചില്ലേ? ദുഷ്ടൻ. അത് അച്ഛൻ പൈസ പൂഴ്ത്തി വെച്ചിട്ടല്ലേ? മോശമായി പോട്ടെ, വളരെ മോശമായി പോയി. എടാ, പോടാ അവിടുന്ന്. അയ്യോ, എന്നെ ആദ്യം നോക്കി അവർ തിരിച്ചു വിളിച്ചേ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇക്കണക്കിന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നവരെ നിന്റെ കയ്യിലുള്ള പൈസയൊക്കെ പൂഴ്ത്തി വെച്ചിട്ട് എന്റെ ഒന്നും ഇല്ലാച്ചാന്ന് പറയുമല്ലോ. വിഷയം മാറി പോണു. നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ മേലുദ്യോഗസ്ഥരെ ആരെങ്കിലും വിളിച്ചിട്ട് ഒരു സസ്പെൻഷൻ കൂടെ വാങ്ങിക്കും. ചീത്ത വിളി പോ. ഈ പൈസ കയ്യിൽ വെച്ചിട്ടാ രാവിലെ എന്റെ അച്ഛനെ കുറ്റം പറഞ്ഞല്ലേ? ഏത് പൈസ? ഇപ്പൊ എടുത്തു കൊടുത്ത പൈസ.
മോട്ടിക്കാവുന്ന നീ എന്തിനാ ഇവിടെ? 100 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അതിന്. എടാ എനിക്ക് ക്ലപ്റ്റോമാനിയ, നിനക്കെന്തിന്റെ അസുഖം? അത്യാവശ്യമായി പോളിയാ, അത് പിടിച്ചു. എനിക്ക് ഈ മോഷണത്തിന്റെ ത്വര മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഞാൻ തിരിച്ചു കൊടുക്കും. ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല. സസ്പെൻഷൻ വാങ്ങിച്ചായിരുന്നു. സസ്പെൻഷനാ? ആ അത് സിമ്പിൾ കേസല്ലേ, എപ്പോഴും വാങ്ങിച്ചു. നീ എപ്പോൾ തിരിച്ചു വിളിക്കുള്ളൂ.